السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ദിക്റുകൾ സ്വലാത്തുകൾ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവരെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ അല്ലാ. അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. അവരുടെ വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാ ആമുഖങ്ങളിലായി ഒന്നും സംസാരിക്കാതെ നമ്മളെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളെ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു അവർക്ക് പ്രത്യേകം പരിഗണന നൽകട്ടെ. വൈലാ ഹദ്റത്തി സയ്യിദിനാ വഹബീബിനാ വമുൻജീനാ വമുർശിദിനാ വഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദ്റത്തി ഖാജാ മുഈനുദ്ദീൻ الجستي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المنبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خضر عليه السلام. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. പലരുടെയും ഉമ്മ ഉപ്പ സഹോദരന്മാര് കുടുംബക്കാര് അയൽവാസികൾ എല്ലാവർക്കും വേണ്ടിയും നമ്മൾക്കൊരു ഫാത്തിഹ ഓതാം. വൈലാ ഹദ്റത്തി മമ്മാതു മിന്നാ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഖബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മുത്ത് നബിയുടെ ബറക്കത്ത് നൽകണേ റബ്ബേ. അജ്മീർ ഖാജ തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സിഎം വലിയുള്ളാഹി തങ്ങളെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖദർ അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഫാത്തിഹ സൂറത്തിന്റെ മിഥിൽ സവാബിനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കാണുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരെ ഖബർ
സ്വർഗമാക്കണേ അല്ല, പാപങ്ങൾ പൊറുക്കണേ അല്ല. ഞങ്ങൾ ഓതിയ ഫാത്തിഹ സൂറത്തുകളുടെ ബർക്കത്ത് കൊണ്ട് സന്തോഷം നൽകണേ അല്ല. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റിത്തരണേ അല്ല. ഞങ്ങളെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ല. ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ല. സന്തോഷം നൽകണേ അല്ല. ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കി തരണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് അതിമഹത്തായ സ്വലാത്തുൽ ഫാത്തിഹ് നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുമ്പിൽ അടക്കപ്പെട്ട ഖൈറിന്റെ കവാടങ്ങൾ തുറക്കണേ റഹ്മാനെ. റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. ബറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ പാത പിൻപറ്റി നല്ല ഒരു മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നല്ല സ്നേഹനിധികളായ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരി സഹോദരന്മാര്, അവർക്ക് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹിന്റെ മുഴുവൻ ബറക്കത്തും നൽകണേ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ട് അവരെ വിജയിപ്പിക്കണേ റഹ്മാനെ. സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. കാണാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. ഇതിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളുടെ, ഇസ്മുകളുടെ, സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകണേ അല്ലാഹ്. ആത്മീയമായ പുരോഗമനം നൽകി സാധുക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ, നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറാൻ, ഏതേത് ആവശ്യങ്ങൾ നിറവേറാനും മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
اللهم اقض حاجاتنا يا قاضي الحاجات 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 സ്വീകരിക്കണേ റബ്ബേ ഖബൂൽ ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ മുറാദുകൾ ഹസനാക്കണേ അല്ലാഹ് ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാഹ് പലതും പറഞ്ഞ് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ മുറാദുകളും നീ ഹസിലാക്കണേ അല്ലാഹ് കിട്ടാനുള്ള ക്യാഷ് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ആ ക്യാഷ് എത്രയും പെട്ടെന്ന് നീ ഏൽപ്പിക്കണേ റഹ്മാനേ കളഞ്ഞു പോയ ക്യാഷ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിക്കണേ റഹ്മാനേ മക്കൾക്ക് ജോലിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് നല്ല ജോലി കൊടുക്കണേ അല്ലാ പഠിച്ച ജോലി കൊടുക്കണേ അല്ലാ ജോലി തടസ്സങ്ങളെ നീക്കി കൊടുക്കണേ അല്ലാ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ വീട് പണങ്ങി തുടങ്ങി അത് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ എല്ലാവർക്കും നല്ല വീട് നൽകണേ റബ്ബേ ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാ ബറക്കത്തുള്ള വീട് നൽകണേ അല്ലാ മക്കളുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അഭിമാനം നൽകണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് ദുനിയാവിലെ നരകത്തിൽ നിന്നും ആഖിറത്തിലെ നരകത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടണം ആഖിറത്തിലും സന്തോഷമായി ജീവിക്കണം ദുനിയാവിലും സമാധാനത്തോടെ ജീവിക്കണം അതിന് ആത്മാർത്ഥമായി നമ്മൾക്ക് എല്ലാവർക്കും ദുആ ചെയ്യാം അല്ലാഹു സ്വീകരിക്കട്ടെ ആത്മാർത്ഥതയോടെ പറയൂ ഉമ്മമാരെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ
النار اللهم أجرني من 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 النار സ്വീകരിക്കണേ റബ്ബേ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് ദുനിയാവിലെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാഹ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് ആ പ്രയാസങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാഹ് ആരോരും തുണയില്ലാതെ മക്കളില്ലാതെ കുടുംബക്കാരില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് സഹോദരീ സഹോദരന്മാരുണ്ട് അവർക്ക് നിന്റെ കാവല് നൽകണേ അല്ലാഹ് നിന്റെ സഹായം നൽകണേ അല്ലാഹ് ആരുമില്ലെങ്കിലും നിന്റെ കാവല് നൽകണേ റഹ്മാനെ ദുനിയാവിലെ നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ദുനിയാവിലെ സന്തോഷം നൽകണേ അല്ലാഹ് അഭിമാനം നൽകണേ അല്ലാഹ് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് ഈ മജ്ലിസിൽ ഒരുപാട് ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ മനസ്സിലുള്ളത് മുഴുവനും അറിയുന്ന രാജാതിരാജനായ അല്ലാഹ് നിന്റെ ദർബാറിലേക്കാണ് ഈ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീകളെ കരങ്ങൾ ഉയർത്തിയിട്ടുള്ളത് ഈ കാണുന്നവരുടെ മുഴുവൻ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ് ഈ കാണുന്നവരുടെ എല്ലാ ഹാജത്തുകളും നിറവേറ്റണേ അല്ലാഹ് ഈ കാണുന്നവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ് മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഔലിയാക്കളെ ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ് കത്തിജ്വലിക്കുന്ന നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ഈമാനോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് ആര് ഒറ്റപ്പെടുത്തിയാലും തളർത്തിയാലും നല്ല കരുത്തുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ നിന്റെ സഹായം നൽകണേ അല്ലാഹ് കുടുംബത്തിലും മക്കളിലും ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ് കടക്കാരായി ജീവിച്ച് കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ് ഒരുപാട് സഹോദരിമാര് പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഉസ്താദെ കടമാണ് കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലക്ഷങ്ങൾ കടമുണ്ട് ഉസ്താദെ ഭർത്താവിന് മക്കൾക്കെന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞവരുണ്ട് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള നല്ല വഴികള് തുറന്നു കൊടുക്കണേ റബ്ബേ അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹ കാരണമാക്കണേ റബ്ബേ
ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ഔലിയാക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ ചൊല്ലിപ്പോന്നിരുന്ന അത്ഭുതകരമായ ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷം ഉണ്ടാകും, മനസ്സിന് റാഹത്ത് ഉണ്ടാകും. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളെ ചാനലിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ആളുകളും ആ ഗ്രൂപ്പിൽ ചേരണം ഇൻഷാ അല്ലാഹ്. ഗ്രൂപ്പിലേക്ക് ചേരാൻ വേണ്ടി എന്റെ ആ നമ്പറിലേക്ക് മെസ്സേജ് വിടണം, നിങ്ങളെ പേര് എഴുതി വിടണം. ആ നമ്പറിലേക്ക് ആരും കോള് വിളിക്കരുത്, കോള് വിളിച്ചാൽ കിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ മജ്‌ലിസ് കാണുന്ന എല്ലാ ആളുകളും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, 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 അല്ലാഹു ഹാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു നാദിരി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, 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 അല്ലാഹു മഈ. സ്വീകരിക്കണേ റബ്ബേ, കബൂൽ ചെയ്യണേ അല്ലാ, നിന്റെ സഹായം നൽകണേ റബ്ബേ, നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ, നിന്റെ അനുഗ്രഹം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, നിന്റെ തിരുനോട്ടം നൽകണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ ഉദ്ദേശിച്ച ജോലി നൽകണേ അല്ലാ, പഠിച്ച ജോലി നൽകണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്ന സഹോദരന്മാര് മക്കളുണ്ട്, അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കണേ റഹ്മാനെ. ജയിലിൽ അകപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ജയിൽ മോചനം നൽകണേ അല്ലാ, ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ, നിന്റെ സഹായം നൽകണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ ദുഃഖങ്ങൾ അകറ്റിത്തരണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സഹായിക്കണേ റഹ്മാനെ.
ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നല്ല സ്നേഹനിധികളായ ഉമ്മമാര് ഉപ്പമാരുണ്ട്. അവർക്ക് നീ 1000 പ്രതിഫലം നൽകണേ അല്ലാ, 1000 ബർക്കത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് നമ്മളെ അസുഖങ്ങൾ മാറാൻ, രോഗങ്ങൾ വരാതിരിക്കാനുള്ള അത്ഭുതകരമായ ഒരു പ്രാർത്ഥനയാണ്. ഒരുപാട് ആളുകൾ രോഗികളുണ്ട്, ക്യാൻസർ ഉള്ള ആളുകളുണ്ട്, പുറത്ത് പറയാൻ മടിയുള്ള ആളുകൾ, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, അങ്ങനെ ഒരുപാട് അസുഖമുള്ള ആളുകൾ, ഹോസ്പിറ്റലിൽ ആളുകളുണ്ട്. അവരുടെയൊക്കെ ശിഫയാകാൻ, രോഗം ശിഫയാകാനുള്ള അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അള്ളാഹു എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ വേദനകളും നീ ശിഫയാക്കണേ അല്ലാഹ്. اللهم اشف امراضنا يا شافي الامراض، 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 اللهم اشف امراضنا يا شافي الامراض. സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാ, ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് രോഗികളുണ്ട്, എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. ക്യാൻസർ ഉള്ളവരുണ്ട്, ശിഫയാക്കണേ അല്ലാ. പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കാലുവേദന, ഊരവേദന, തലവേദന, കണ്ണുവേദന, വയറുവേദനയുള്ള ആളുകളുണ്ട്, വിട്ടുമാറാത്ത കടച്ചിലുള്ള ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ള ആളുകൾക്ക് നീ ശിഫ നൽകണേ അല്ലാ, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ശിഫ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളുടെ വൈറസുകള് സാധുക്കളായ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റബ്ബേ. ഞങ്ങൾക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലമത്രയും ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ കുടുംബക്കാരുടെ രോഗങ്ങള്, ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുടെ രോഗങ്ങള്, ഞങ്ങളെ സ്നേഹിച്ചവരുടെ, സഹായിച്ചവരുടെ, ഭക്ഷണം തന്നവരുടെ എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ അത്ഭുതകരമായ ഒരു ബൈത്താണ് ചൊല്ലുന്നത്, അഥവാ ബുർദ ബൈത്തിലെ അവസാനത്തെ ചില വരികളാണ്. ഈ
ബൈത്തിന് ഒരുപാട് ബറക്കത്തുണ്ട്. ഈ സദസ്സിൽ ഇരുന്നാൽ തന്നെ പ്രിയമുള്ളവരെ നമ്മളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയാണ്. അത്രയും അത്ഭുതകരമായ ബൈത്താണ് നമ്മൾ ചെല്ലുന്നത്. ഒരുപാട് ആളുകൾ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ മാറാൻ ഈ ബൈത്താണ് ജീവിതത്തിൽ ചൊല്ലിപ്പോരാറുള്ളത്, വലിയ വലിയ മഹാന്മാര് വരെ. അതുകൊണ്ട് നമ്മൾക്ക് ചെല്ലാം. എന്റെ കൂടെ ചെല്ലാൻ കഴിയുന്ന ആളുകളൊക്കെ സ്ക്രീനിൽ നോക്കി ചെല്ലുക, അല്ലാത്ത ആളുകൾ എന്റെ കൂടെ ജവാബ് ചൊല്ലി സഹകരിക്കുക. ആരും ഓഫാക്കി പോകരുത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند غلو للحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلي ذكر رسول الله جاءك بي إذا الكريم تحل لا باسمي منتقمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم يا نفس لا تقنطي من زلات عظمت إن الكبائر في الغفران كاللبن مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا ما تعتده الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لي صحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق
كلهم ما رنت عذبا تلباني ريه صبا وأطراب العيسحا ذي العيسي بالنغم جل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الجيل النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم സ്വീകരിക്കണേ നാഥാ, കബൂൽ ചെയ്യണേ അല്ലാ. ഈ ബുർദബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്ത് ഉദ്ദേശം വെച്ചാണോ ഞങ്ങളെ ചൊല്ലിയതെങ്കിൽ ആ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റണേ റബ്ബേ. കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. മുത്തുമുഅ്മിനീങ്ങളെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. മക്കൾക്ക് നല്ല ജോലി നൽകണേ അല്ലാ. ഭർത്താക്കന്മാർക്ക് നല്ല ജോലി നൽകണേ അല്ലാ. ജോലി തടസ്സങ്ങൾ നീക്കണേ റഹ്മാനെ. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കൊടുക്കല്ല. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കല്ല. പഠിച്ചവർക്ക് പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾ കാക്കണേ അല്ലാ. അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. സിഹിറിനെ തൊട്ട് കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ മുറാദുകൾ നിനക്കറിയാം, ഞങ്ങളെ ഹാജത്തുകൾ നിനക്കറിയാമല്ലോ. എല്ലാം നീ പൂർത്തീകരിച്ചു നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കാക്കണേ റഹ്മാനെ. സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന മുത്തുമുഅ്മിനീങ്ങളുണ്ട്, അവരെ നീ പ്രത്യേകം കാക്കണേ അല്ലാ. അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ദാറുൽ മുബീൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് ചേർന്നിട്ടുണ്ട്. അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അല്പം ദുആ ചെയ്തിട്ട് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കാം. ഫാത്തിഹ സൂറത്ത് നമ്മൾ ആദ്യം ഓതിയിട്ടുണ്ട്. ഇനി സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം
ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. അർഹമുറാഹിമീനായ കരുണക്കടലായ രാജാതിരാജനായ പരമദയാലുവായ റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. നിന്റെ ഇഷ്ടപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ, നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവർക്കൊക്കെ പല ആളുകൾക്കും അസുഖങ്ങളാണ്, ശിഫയാക്കണേ അല്ലാഹ്. കണ്ണുവേദന, കാലുവേദന, ഉരവേദന, തലവേദന, ക്യാൻസർ ഉള്ളവര്, പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ള ആളുകള്, ഗർഭാശയത്തിൽ മുഴയുള്ള ആളുകളുണ്ട്, കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകളുണ്ട്, സഹിക്കാൻ പറ്റാത്ത പല പല വേദനകളുമുള്ള ആളുകളുണ്ട്, ഹോസ്പിറ്റലുള്ള ആളുകളുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ, മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ടെൻഷനുകൾ അകറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്, അവർക്കൊക്കെ അനുയോജ്യമായ വീട് നൽകണേ അല്ലാഹ്, ഉദ്ദേശിച്ച വീട് നൽകണേ അല്ലാഹ്. തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഉള്ള വീട്ടിൽ ഖൈറും ബറക്കത്തും സമാധാനവും നൽകണേ അല്ലാഹ്. ധാരാളം ആളുകൾ കടം കാരണം പ്രയാസത്തിലാണ്, ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട്. ദിവസങ്ങളോളമായി കടം കാരണം ഉസ്താദെ ഒന്ന് ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞ ആളുകളുണ്ട്, കടം കാരണം നാട് വിടാൻ പോവുകയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ സമ്പത്ത് നൽകണേ അല്ലാഹ്, കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കുടുങ്ങിയ ആളുകളുണ്ട്, വീട്ടിലേക്ക് ജപ്തി നോട്ടീസ് എത്തിയ ആളുകളുണ്ട്. കാക്കണേ റബ്ബേ, കാക്കണേ അല്ലാഹ്. അത്തരം മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കടം മേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാഹ്. സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ലാഹ്, സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്, മക്കൾക്ക് പഠിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്, ഉദ്ദേശിച്ച ജോലി കൊടുക്കണേ അല്ലാഹ്. നാട്ടിലുള്ളവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്, ശമ്പളമുള്ള ജോലി കൊടുക്കണേ അല്ലാഹ്. എല്ലാ കച്ചവടത്തിലും ബിസിനസ്സിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. വിദേശ രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്, അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് കാണുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, പ്രവാസി കുടുംബക്കാര്, അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ മക്കളില്, ഭർത്താക്കന്മാരില്, ഭാര്യമാരില്, മക്കളില് ബറക്കത്ത് നൽകണേ അല്ലാഹ്. നാട്ടിലുള്ളവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകല്ല, ഉദ്ദേശിച്ച മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഉള്ള മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, സ്നേഹമുള്ള, സന്തോഷം നൽകുന്ന, അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ലാഹ്. ദുസ്വഭാവമുള്ള മക്കൾക്ക് നല്ല സ്വഭാവം നൽകണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റബ്ബേ. ഐക്യമുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാഹ്, ഒരുമ നൽകണേ അല്ലാഹ്, സ്നേഹം നൽകണേ അല്ലാഹ്. ഭർത്താവിന്റെ ദുസ്വഭാവം നന്നാക്കണേ അല്ലാഹ്, ഭാര്യമാരുടെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജയിലിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാര് ജയിലിലാണ്, ആങ്ങളമാര് ജയിലിലാണ്, മക്കള് ജയിലിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ജയിൽ മോചനം നൽകണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്മുകൾ, സ്വലാത്തുകൾ കാരണമാക്കണേ റഹ്മാനെ.
സിഹർ കണ്ണേറുകളെ തൊട്ട്, ശത്രുക്കളെ തൊട്ട്, അസൂയാലുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഹബീബായ തങ്ങളെ റൗള സിയാറത്ത് ചെയ്യാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകല്ല. മുത്തുനബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ പിൻപറ്റി നിന്നെ സ്നേഹിച്ച് ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയുന്ന സ്വഭാവക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങളും മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, നൽകണേ റഹ്മാനെ. ഇബാദത്ത് ചെയ്യാൻ ഖുർആൻ ഓതാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പിശാച് ബാധയെ തൊട്ട് കാക്കണേ അല്ലാ. ഇബ്ലീസിന്റെ ശർറുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെ മക്കളെ ബന്ധപ്പെട്ടവരെ കാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, അതുപോലെ ഞങ്ങളെ ഭാര്യ മക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, സ്നേഹിച്ചവര്, സഹായിച്ചവരുണ്ട്, ഞങ്ങളെ അയൽവാസികളുണ്ട് റബ്ബേ. എല്ലാവർക്കും ഖൈറ് നൽകണേ അല്ലാ. ഞങ്ങളെ വല്ലുമ്മമാര്, ഭക്ഷണം തന്ന ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. മുസ്ലിമീങ്ങളെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഫലസ്തീനിലുള്ള ഗസയിലുള്ള മുഅ്മിനീങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അവരെ ശത്രുക്കൾക്ക് പരാജയം നൽകണേ അല്ലാ, പരാജയം നൽകണേ അല്ലാ. അവർക്ക് ഭക്ഷണം നൽകണേ അല്ലാ, വെള്ളം നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, ശിഫ നൽകണേ റഹ്മാനെ. ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അസുഖം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. തളർവാദം പിടിച്ചു കിടക്കുന്നവർക്ക് നീ എത്രയും പെട്ടെന്ന് ആരോഗ്യം തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖൈറിന്റെ കവാടങ്ങൾ ചൊരിയണേ അല്ലാ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട്, ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, ഖബർ സ്വർഗമാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. പാരത്രിക മോക്ഷം നൽകണേ അല്ലാ. ഹൗദുൽ കൗസറും ശഫാഅത്തും നൽകണേ റഹ്മാനെ. പാരത്രിക വിജയം നൽകണേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ഈ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ, ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ച് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ടോ, ആ സർവ്വ മുറാദുകളും ഹാജത്തുകളും നിറവേറ്റണേ റബ്ബേ. സർവ്വ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ഈ ദാറുൽ മുബീൻ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ല സ്നേഹനിധികളായ ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, അവർക്ക് അവരുടെ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. അവരെ സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അവരെ പരിഗണിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ റഹ്മ ഉമ്മത സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.